ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് ഇതേപോലെ OHP ഷീറ്റിലൊക്കെ ചെയ്തു വരുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഹെയർ ക്ലിപ്പ്, അതാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാനിതാ ഇതുപോലൊരു ലോട്ടസിൻ്റെ ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഡിസൈനും വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ ഫസ്റ്റത്തെ വർക്കാണ്. ഞാനിത് മുൻപ് ചെയ്തിട്ടൊന്നുമില്ല. ഞാനും നിങ്ങളെപ്പോലെ ഇത് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കറിയുന്നത് പോലെയാണ് ഞാനിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഇതുപോലൊരു ഡിസൈന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സർദോസിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലൊരു മെഹന്തി ഷെയ്ഡിൽ വരുന്ന ഒരു സർദോസിയാണ്. നമുക്കിത് സാധാരണ ഗോൾഡൻ ഷേപ്പിലും ഗോൾഡൻ കളറിലും അല്ലെങ്കിൽ പിന്നെ പല കളറിലും മൾട്ടി കളറിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള സ്മാൾ സൈസിലുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അതൊരു റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ലോട്ടസ് ആണല്ലോ, അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള കളർ വേണമല്ലോ നമ്മൾ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ മെഹന്തി ഷെയ്ഡിൽ തന്നെയാണ് ഇതും വരുന്നത്, ഗോൾഡൻ കളർ കേട്ടോ. അപ്പോൾ അതും എടുത്തു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ B7000 എന്നുള്ള ഗ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ B7000 എന്നുള്ള ഗ്ലൂ. പിന്നെ ഇതിനാവശ്യമായിട്ട് നോർമൽ നമ്മുടെ കത്രിക, അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് കട്ട് ബീഡ്സ് നമുക്ക് ഗ്രീൻ കളറിലുള്ളതും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് OHP ഷീറ്റ്. നമുക്കിത് ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറിലാണ് ഇപ്പോൾ ഡിസൈന് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമലി നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ഷീറ്റിൽ വെറുതെ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ കാണുകയും ചെയ്യും. നമുക്ക് ആ ഗ്ലാസ് ഷീറ്റിൽ വരയ്ക്കുകയും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിനി വർക്ക് ചെയ്യേ വേണ്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാനിവിടെ OHP ഷീറ്റ് കുറച്ച് ഒന്ന് വേസ്റ്റാക്കി കളയുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ആ ഒരു വെപ്രാളത്തിൽ കുറച്ചുകൂടി കയറ്റി വെക്കായിരുന്നു. എനിക്കൊരു ഓരത്താക്കിയിട്ട് ഇത് വെച്ച് ചെയ്യായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല കേട്ടോ. അത് ഞാനും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കും ആ ഒരു ഇത് വന്നത്. അയ്യോ, ഇത്രയും ഭാഗം വേസ്റ്റായി പോയല്ലോ എന്ന്. വേസ്റ്റായി പോവുമൊന്നുമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആ ഒരു മുകൾ വശത്തായിട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് വേസ്റ്റ് ചെയ്യാതെ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഞാൻ ഈ പിക്ചറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ആ ഷേപ്പ്, ആ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാതും ഫസ്റ്റ് തന്നെ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്നറിയോ, നമ്മളിതിപ്പോൾ ഈ ഓരോന്നും ഇതേപോലെ ഒരു ലീഫ് നമ്മൾ ഇതേപോലെ ഗ്ലൂ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തു. അതായത് ഗ്ലൂ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തു. അതിന് മുകളിൽ നമ്മൾ അപ്പോൾ തന്നെ ഈ ഒരു സർദോസി ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊട്ടില്ല. അതായത് അത് പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവുക ഒക്കെ ചെയ്യും. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് ഒട്ടിച്ചെടുത്ത് നോക്കി നോക്കൂ. ആ ഭാഗം നമ്മളവിടെ വെക്കുമ്പോൾ തന്നെ അതവിടെ ഒട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വഴുതി പോവുകയൊന്നും ചെയ്യൊന്നുമില്ല. നമ്മൾ വെക്കുന്നതോടെ തന്നെ ആ ഒരു സർദോസി ഇരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഒട്ടിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒട്ടിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ആ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങൾക്ക് ഏതാണ് ശരിയായിട്ട് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർദോസി ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തു കൂടെ ഇങ്ങനെ ആ ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് ആ എൻഡിൽ
എവിടെയാണോ നമുക്ക് അവസാനം കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കേണ്ടി വരും കേട്ടോ നമുക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർദോസി വളച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ചെറിയ കുനിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്കത് പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യണേ, ആ എൻഡ് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് ആ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എൻഡിങ് വരുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതളുകളും നമുക്ക് ഈ ഒരു സർദോസി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പെട്ടെന്ന് ആ പശ ഒന്നുകൂടി ഉണങ്ങാത്തതുകൊണ്ട് ആ ഭാഗം കണ്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. മറ്റേതാണെങ്കിൽ അവിടെ കറക്റ്റ് ഒട്ടിയിരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവും, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അല്ലാതെ ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നൊന്നുമില്ല, ശരിയാവണമെന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ ഐഡിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ എന്താ പറയുക ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ഇതും ഇതേപോലെ നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിതാ നമ്മുടെ സർദോസി ഫുള്ള് ആ ഒരു ഫ്ലവറിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ ഈ ഒരു നമ്മുടെ സ്റ്റോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റോൺ ചെയിന്, അതുകൂടി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത് കുറച്ചുകൂടി ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്ന ലീഫ് ഒന്നുകൂടി വലുതാണ്, മറ്റേൻ്റെ തൊട്ടുള്ളതൊക്കെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു ചെയിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 3 ഇത് കണ്ടില്ലേ ലീഫുകൾ കുറച്ച് വലുതായിട്ടുള്ളത്, അതിൽ മാത്രം ഞാൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം ഭംഗി ഉണ്ടാവും ഇല്ലേന്ന് നമുക്കൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ അതിൻ്റെ ഓരത്തു കൂടെ ആയിട്ട് ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത 2 ആ ഒരു ലീഫിലും ഞാനിത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു ഗ്ലൂ ഒന്നുകൂടി ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനായിട്ട് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നമ്മുടെ സ്റ്റോൺ ചെയിനിനെ അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ശ്രദ്ധിച്ച് പതിയെ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പശയും ഇതൊക്കെ ആക്കി ആകെ പാടെ അതൊരു കാണാനായിട്ട് ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് പതുക്കെ മാത്രം ക്ഷമയോടുകൂടി മാത്രം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ഭാഗമേ വേണ്ടുള്ളൂ. ബാക്കി വരുന്ന ചെയിൻ ഞാൻ കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്കത് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ 2 ഇതിലും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളുടെ ആ ഒരു ഇത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചറിയോ, ഇവിടെ കുറച്ചുകൂടി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ലീഫുകളിലൊക്കെ ഇതുപോലെ ഗ്ലൂ ഒന്ന് ഫുള്ളായിട്ട് ഫില്ലിങ് ചെയ്യുകയാണേ. മറ്റതൊക്കെ നമ്മൾ എവിടെയാണ് ഒട്ടിക്കേണ്ടത് ആ ഭാഗം മാത്രമാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ താഴത്ത് മാത്രം ഞാൻ
ആ ഒരു 3 ലീഫ് വരുന്നിടത്ത് നമ്മൾ ഒരു ഇല പോലെയാണ്, ഇലയായിട്ട് കണക്കാക്കിയിട്ടാണ് കളർ കൊടുക്കാനായിട്ട് പോകുന്നത്. അതായത് കളർ കൊടുക്കുകയല്ല, നമ്മുടെ ബീഡ്സ് നമ്മൾ എന്ത് ഇതാണോ ചെയ്യാൻ പോകുന്നത് അതൊക്കെ അതിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ, കളർ തീമിലാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ താമരയുടെ നിറം എന്താണോ അതിനനുസരിച്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ കുന്തൻ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കുന്തൻ സ്റ്റോൺ കൊണ്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്പുകളാണ് ഉണ്ടാക്കിയിട്ട് വരുന്നത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ അങ്ങനെയും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതായത് ഇങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യമായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നതും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ഇത് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ഇത് ഉണ്ടാക്കുമ്പോൾ, അടുത്ത എന്തായാലും ഒരു ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഇത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഒന്ന് സിമ്പിളാക്കിയെന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങളുടെ കയ്യിലും ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മുത്തുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വല്ല സീക്വൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കട്ട് ബീഡ്സ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സീക്വൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാം, അപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു എന്താ പറയുക, സർദോസി ഒന്നും നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വല്ല നല്ല കളർഫുള്ളായിട്ടുള്ള നൂലുകൾ കൊണ്ടും നിങ്ങൾക്കത് ഒട്ടിച്ചെടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു 3 ലീഫുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മുടെ ആ ഒരു കട്ട് ബീഡ്സ്, റെഡ് കളറിലുള്ള കട്ട് ബീഡ്സ് ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ആ ഒരു 3 ലീഫിൽ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കട്ട് ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നല്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് അടിപൊളിയാണല്ലോ എന്ന്. അപ്പം ഇതുപോലെ നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത് ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും അതേപോലെ ലൈക്കുകളൊക്കെ ആണല്ലോ നമ്മളെപ്പോലുള്ള ചെറിയവരൊക്കെ വലുതാക്കി വിടുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു നീഡിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ലാവാത്ത ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റൊക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതിനെ നമ്മൾ കിടത്തിയിട്ട രീതിയിൽ വേണം ചെയ്യാനായിട്ട്, അല്ലാതെ കുത്തനെ വെക്കരുത് കേട്ടോ. കുത്തനെ ആവുന്നത് കാണാൻ ഭംഗി ഉണ്ടാവില്ല, നമുക്ക് ആ കളർ നമുക്ക് കിട്ടില്ല. അപ്പം നമുക്കിതിങ്ങനെ ശരിക്കും കിടക്കുന്ന രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അതിനൊക്കെ കുത്തനെ നിൽക്കുന്നതിനൊക്കെ ഒന്ന് ഇങ്ങനെ കിടത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ അതേപോലെ പിന്നെ ബാക്കി ഫില്ലിങ് ആവാത്ത ഭാഗത്തൊക്കെ ഓരോ മുത്തുകളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ ഇതിൽ പറയാനായിട്ട് ഒന്നുമില്ല, നമ്മളിത് ചെയ്യുക അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഈ ഒരു സംഭവത്തിനെ എടുക്കുക. ഞാൻ അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടുണ്ടല്ലോ ഒട്ടിച്ചിട്ടുള്ളത്, അതിനെ എടുത്തിട്ട് നമുക്ക് ഇതിലുള്ള ആ ബാക്കി വരുന്ന മുത്തുകളെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുക കേട്ടോ. അപ്പം നമുക്ക് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഭാഗത്ത് മാത്രമായിട്ട് ഈ മുത്തുകൾ ഒട്ടിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഡിസൈന് കറക്റ്റായിട്ട് കിട്ടുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു സെല്ലോ ടേപ്പ് എടുത്ത് മാറ്റുകയാണേ. കണ്ടില്ലേ? ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള ബാക്കിയുള്ള മുത്തുകളൊക്കെ പോയിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമാവും. അപ്പോൾ ഇനി അങ്ങനെ എവിടെയെങ്കിലും ചെറുതായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇതുപോലെ ഒന്ന് തട്ടിയിട്ടും അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇടയിലുള്ളതിനൊക്കെ ഇതുപോലെ എന്തെങ്കിലും നീഡിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം. അപ്പോൾ
എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നുകൂടി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് കാണാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ എനിക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഇത് എല്ലാ സൈഡിലും എല്ലാതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നീറ്റാക്കിയിട്ട് ഒന്നുകൂടി ഗ്ലൂ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി ആ ഒരു എന്താ പറയുക കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. കാരണം നിങ്ങൾക്കത് തോന്നണം ഇനി കുറച്ചുകൂടി ആവാമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, കാണാനായിട്ട് ഭംഗി ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്, എനിക്കിത്രത് ഒന്നുകൂടിയും കുറച്ചുകൂടി കട്ടിയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. കണ്ടില്ലേ? അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് തട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. കണ്ടോ, ഒന്നും കൂടി നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? എനിക്ക് ഈ സൈഡിലെ ഇപ്പുറത്തെ വലതുഭാഗത്ത് കാണുന്ന ആ ഒരു രണ്ടാമത്തെ ലീഫിലൊന്നും എനിക്ക് അത്ര മുത്തുകൾ ഉള്ളതുപോലെ തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് വീണ്ടും ഈ മുത്തുകൾ അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കി വരുന്നതൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുക. അതിനുശേഷം നമ്മളെല്ലാതും ഉണങ്ങിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു അതേ ഷേപ്പിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ഷീറ്റിൽ നിന്ന് ബാക്കിയുള്ള ആ ഒരു കട്ട് ബീഡ്സ് തട്ടിക്കളയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇനി നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ഏകദേശം എല്ലാതും ഞാൻ സെറ്റാക്കി നല്ല കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തട്ടിക്കളയാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നേരത്തെ കണ്ടതിനേയും കാട്ടിയും ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്? അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ബാക്കി സൈഡിലൊക്കെ ഉള്ള ആ ഒരു കട്ട് ബീഡ്സൊക്കെ ഒന്ന് കളയുകയാണേ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാതും ഉണങ്ങി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈം അത്രയും വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കൈയോടെ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞതുപോലെ നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു 2 ലീഫിൽ ഒന്നുകൂടി മുത്ത് കമ്മിയായതുപോലെ തോന്നി. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ആ ഒരു 2 ലീഫിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ആ ഒരു കട്ട് ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുണ്ടാക്കുന്ന എന്തൊരു മോട്ടിഫിലും ഇതുപോലെ മുത്തുകളൊന്നും കുറച്ചുകൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴായിരിക്കും ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇത് ഫുള്ളും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി കണ്ടു നോക്കാം ഇനി എന്താണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ കറക്റ്റ് ഒന്ന് ശരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മുത്തുകളൊക്കെ വെക്കാനുള്ളിടത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോർമൽ ഒരു കത്രിക എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഓരത്തു കൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് വലിയ ഗ്ലാസ് ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ലാസ്റ്റ് പെട്ടെന്ന് ആ ഒരു ഷേപ്പിൽ, ആ ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷമാണ് ഷേപ്പാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ എനിക്കത് വലിയ ഷീറ്റ് ആയതുകൊണ്ട് ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ, ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും.
നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ മുത്തോളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് പോരും. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങാനായിട്ട് നമ്മൾ ടൈം കൊടുക്കുക. നമുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം കുറേ സമയം നമുക്ക് വെക്കാമല്ലോ, അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള എല്ലാ ലീഫുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്ലിപ്പ് വന്നിട്ടുള്ളതെന്ന്. ക്ലിപ്പല്ല, ക്ലിപ്പിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ബേസ്. ഇനി നമ്മളിത് ക്ലിപ്പിലോട്ടാണ് നമ്മൾ അതിനെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മൾ അതേ ഷേപ്പിൽ നമ്മുടെ ഫ്ലവറിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലോട്ടസിനെ കാണാൻ ഇപ്പോൾ എന്തൊരു ഭംഗിയല്ലേ, നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അറിയാം, എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുപോലുള്ള ഒരു സെൻറ്റർ ക്ലിപ്പിലാണ് ഇത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നോർമൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പഴയൊരു ക്ലിപ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ സെൻറ്റർ ക്ലിപ്പുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാ പേജിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോർമലി ഇവിടെയുള്ള കടകളിലൊന്നും ഇങ്ങനെ സെൻറ്റർ ക്ലിപ്പ് കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു പഴയ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിൽ നേരെ മുകൾ വശത്തായിട്ട് ഇതുപോലെ ആ ഒരു ഗ്ലൂ ഒന്നുകൂടി നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടിയിരിക്കണ്ടേ, എങ്കിലല്ലേ നമുക്കിത് കുറച്ച് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് എനിക്ക് ഈ ഒരു ഫ്ലവർ വെക്കാനായിട്ട് പറ്റിയില്ല. അതായത് ഈ ക്ലിപ്പിന് ഒന്നുകൂടി വലുപ്പം കൂടുതലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു താഴ്ഭാഗത്ത് കുറച്ചുകൂടി നീളത്തിൽ ഏറ്റവും കൂടുതൽ ലെങ്ത്ത് വരുന്ന ആ ഒരു സ്പേസിലാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് വരുന്നത് എന്ന്. പക്ഷേ നമുക്ക് തലയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അതായത് അറിയില്ല ഇതിപ്പോൾ ഏതാ സെൻറ്ററിലാണോ ക്ലിപ്പ് ഇരിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോടത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ ഇതെങ്ങനെയുണ്ട് എന്ന്. അടിപൊളിയാണ്, സത്യമായിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്പാണ്. നമുക്ക് എവിടേക്കെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു ക്ലിപ്പാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. എനിക്ക് പുതിയ എല്ലാതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇടാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് വർക്ക് ബ്ലൗസിൽ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു, ബ്ലൗസുകൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. പിന്നെ എന്ത് വീഡിയോ ഇടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തു. അതാണ് കുറച്ച് ഗ്യാപ്പ് വരാനായിട്ട് കാരണമായത്. പക്ഷേ നോക്കാം, ഇനിയും ഇതേപോലെയുള്ള എന്തെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല. നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് എനിക്ക് തരണമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഈ ക്ലിപ്പിൻ്റെ ഫോട്ടോസൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോഴല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്